എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഇച്ചായൻ ജോലിക്ക് പോയാൽ ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇന്ന് ഇച്ചായൻ തിരിച്ചു വരുന്ന ദിവസമാണ്. രാവിലെ ബാൽക്കണിയിൽ ഇറങ്ങി കുറച്ച് വെയിലൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ഈ സമയത്താണ് ഞാൻ എൻ്റെ ചെടികളെ കാര്യമായിട്ട് വീക്ഷിക്കുന്നത്. ചില ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്, ചിലത് വെയിലിൻ്റെ ചൂട് കാരണമാണോ എന്നറിയത്തില്ല, ഇച്ചിരി കരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി എൻ്റെ പണി മിക്ക നിരത്തിയിട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കണം. പക്ഷേ ഞാനങ്ങ് മാറ്റുന്ന താമസം അവൾ വീണ്ടും വരും, അതെല്ലാം വാരി വലിച്ച് അവിടെ ഇടും. ഇത് എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. രാവിലത്തെ കാപ്പികുടിയൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈച്ചായം വരുന്നത് കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഫുൾ വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തത്. എല്ലാ ദിവസവും ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്, അത് നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ കഞ്ഞി വെക്കും, കാരണം കഞ്ഞി വെച്ച് കഴിയുമ്പോൾ അന്നത്തെ പണി മുഴുവൻ തീർന്ന പോലെ ഒരു ഫീലിങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കും. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്, പിന്നെ പതിയെ പതിയെ കറികളൊക്കെ വെക്കുള്ളൂ. ഇച്ചായൻ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബീഫ് കറി വെക്കണമെന്ന്. ഞാൻ ഫ്രീസറിലിരുന്ന് ബീഫൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുക്കണം, അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ റെഡി ആവുമല്ലോ. മിക്കു ഇപ്പം നല്ല കുറുമ്പത്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അവൾക്ക് കൊടുത്ത ഫുഡ് അല്ലേടെ എല്ലാം നിരത്തി അതിൻ്റെ മണ്ടേ കയറി ഡാൻസ് കളിക്കുന്നു. മിക്കുവാണെങ്കിൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആക്റ്റീവായി കുറേ കുറുമ്പത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങിപ്പോയി കിടക്കും. ഇപ്പം പാട്ടും കേട്ട് കിടക്കുന്നതാണേ. അവളാ കിടക്കുന്ന സമയം കൊണ്ട് സവോളയൊക്കെ പൊളിച്ച് വെക്കാം. അന്നത്തിന് അവൾ അടുത്ത് ഉടായിപ്പായിട്ട് ഓടി വന്നിട്ടുണ്ട്. അവൾക്ക് സവോള പൊളിക്കുന്ന ഇഷ്ടമാണ്. അവൾ തന്നെ ഇരുന്നുകൊണ്ട് പൊളിച്ചൊക്കെ തരും. ഇത്രയും സവോള എന്തിനാന്ന് വെച്ചാൽ ബീഫ് കറിക്കും പിന്നെ ക്യാബേജ് തോരൻ വെക്കാൻ ഓർത്തു. അപ്പോൾ അതിനും കൂടെയുള്ള സവോള അരിയുന്നത്. ഞാൻ ക്യാബേജ് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് അവൾ അവിടെ കയറി ഇരുന്ന് വെള്ളത്തിൽ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം അവൾ അങ്ങനെ ഇരുന്നോളും. ആ സമയം കൊണ്ട് നമ്മുടെ പണി തീർക്കണം. എന്താണെന്നറിയത്തില്ല, ചില സവോള അരിയുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ടു നിറയും. ഞാൻ അരിഞ്ഞു വെച്ച സവോള ഉള്ളി എല്ലാം കൂടെ ഞാനങ്ങ് മാറിയതൊക്കെ നോക്കി അവൾ എൻ്റെ ക്യാബേജും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടു. ഇരട്ടിപ്പണി കിട്ടുക എന്ന് കേട്ടിട്ടില്ലേ, അതിങ്ങനെയാണ്. മിക്കുവിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞുറുക്ക് സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നടക്കണം. അവളത് ഓടി വന്ന് ഇങ്ങനെ എടുത്ത് തരുകയോ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. നേരത്തെ മിച്ചർ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അത് മിച്ചർ ഇങ്ങനെ ഇഷ്ടമില്ല. ഇപ്പം കോൺഫ്ലെക്സാണ് കൊടുക്കുന്നത്. ഞാൻ ക്യാബേജ് തോരൻ വെക്കുന്നത് എങ്ങനെയാണ്, സവോളയും തേങ്ങയും പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടെ ഇട്ട് തിരുമ്മിയിട്ട് പിന്നെ കടുകും പൊട്ടിച്ച് ഇട്ട് വരട്ടിയെടുക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് മിക്ക വെള്ളത്തിലിട്ട് സവോളയൊക്കെ എടുത്ത് മാറ്റാം. അത് നമുക്ക് ബീഫ് കറിക്ക് വേണ്ടിയിട്ട് വേണമല്ലോ. രാവിലെ ഒരു 11 മണി വരെ ചിലപ്പം നല്ല വെയിലായിരിക്കും ബാൽക്കണിയിൽ. അത് കഴിയുമ്പം പിന്നെ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അവൾ എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് വന്നത് കട്ടിലേക്ക് കയറിയിരുന്നത്. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇറച്ചിയും കൂടെ വെക്കണം. ഇറച്ചിയുടെ തണുപ്പ് മാറാൻ നല്ല പാടാണ്, ഫ്രീസറിനകത്ത് ഇരിക്കുകയല്ലായിരുന്നോ. ഇതിൻ്റെ തണുപ്പ് മാറാതെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒന്നും പിടിക്കുകയില്ല. അപ്പോഴേക്ക് ഇച്ചായൻ വന്നു. ഒരു കവർ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഈ വീട്ടിലെ 2 ഡാൻസുകാരാണ് ഇവർ രണ്ടുപേരും. നമുക്കങ്ങനെ നിന്ന് ശരിയാവില്ലല്ലോ, ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആകണ്ടേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇറച്ചി വയ്ക്കാൻ വെച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ സെറ്റാക്കി. ഞാൻ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ കുക്കറിനകത്ത് മസാലകളെല്ലാം ഇട്ട് വേവിക്കും, എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കും. ഇനി ഈ ചായം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. വാഷിംഗ് മെഷീനിലെ ലിക്വിഡും പിന്നെ കുറച്ച് പച്ചക്കറിയും അരിയും അതൊക്കെ കൊണ്ടുവന്നത്. അരി ഇവിടെ കേരള റൈസ് കിട്ടും, അത് ഇവിടെ മലയാളി കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട മേടിച്ചു. അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സ് എല്ലാം വെക്കുക. നല്ല രസമില്ലേ കൊട്ട കാണാൻ. പിന്നെ പച്ചക്കറികളെല്ലാം പലതായിട്ട് തിരിച്ച് ഡപ്പയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും. ഇതൊക്കെ കൊണ്ടുവരുമ്പോഴേ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അത് മടിയായി പോകും. പിന്നെ അതോടെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും, പിന്നെ അത് ചീത്തയായി പോകും. എല്ലാം കൂടെ ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞപ്പം പിന്നെ അവിടെ എല്ലാം പൊടിയായി. പിന്നെ ടേബിളെല്ലാം ഞാനൊന്നുകൂടെ പിന്നെ നന്നായിട്ട് തുടച്ചു. കോവയ്ക്കൊക്കെ ആണെങ്കിൽ ചെളിക്കകത്തുനിന്ന് വാരിക്കൊണ്ട് വന്ന പോലെ ഇരുന്നേ. പിന്നെ ഇറച്ചി വേകുന്നിടം വരെ കുറച്ച് നേരം വിശ്രമിച്ചു. ഫ്രിഡ്ജിനകത്ത് വെച്ചോണ്ടായിരിക്കും, ഇറച്ചി വേഗം നല്ല പാടായിരുന്നു. ഞാൻ എത്ര വിസിലടുപ്പിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല.
പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെന്തോ നോക്കുന്നുണ്ട്. കറി കൊള്ളായിരുന്നു കേട്ടോ, ഞാനല്ലേ വെച്ചത്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കാം. മിക്കുവിനെ അങ്ങനെ കൊണ്ട് ഇരുത്തിയാലും അവൾ അങ്ങനെ വാരി കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കറിയൊക്കെ കുറച്ച് തൊട്ട് നോക്കിയൊക്കെ തിന്നും. പിന്നെ ഞാൻ വേഗം കഴിച്ചിട്ട് ഞാൻ പിന്നെ കൊടുക്കും. പിന്നെ അവളെ ചെറുതായിട്ട് വാരിയൊക്കെ നമ്മൾ തിന്നുന്നതൊക്കെ കണ്ടേ തിന്ന് കഴിച്ച് പഠിക്കട്ടെ എന്നോർത്ത് കൊണ്ട് ഇരുത്തുന്നതാണ്. അതാകുമ്പം പ്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ കഴിച്ചോളൂല്ലോ. ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങി. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പം മിക്കുവിനെയും കൊണ്ട് പാർക്കിൽ പോകാമെന്ന് ഓർത്തു. പാർക്ക് ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ ഇച്ചാനുള്ളപ്പോൾ മാത്രമേ പാർക്കിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ സാധാരണ വൈകുന്നേരം ചെടികളൊക്കെ നനയ്ക്കുന്നത്. അപ്പം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് ഓർത്തു. എൻ്റെ ചെടികളൊക്കെ കണ്ടോ, ഈ റോസയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായതാണ്. ഈ ബാൽക്കണി മാത്രമല്ല, അപ്പുറത്തെ ബാൽക്കണിയിലും ഉണ്ട്. ഞാനിങ്ങനെ പമ്പ് വെച്ച് സ്പ്രേ ചെയ്താണ് നനയ്ക്കുന്നത് എല്ലാ ദിവസവും. അല്ലെങ്കിൽ കുത്തി ഒഴിക്കുമ്പോൾ മണ്ണെല്ലാം ഇളകിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിയൊക്കെ കഴിഞ്ഞതിനും മിക്കു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. 1 2 3. ഞങ്ങൾ ഇറങ്ങിയതിനും രാത്രിയായി. പിന്നെ രാത്രി 9 മണി വരെ ഉണ്ട് പാർക്ക്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടും. അപ്പം പിന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കാണണം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.